ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് തലേ ദിവസമാണ് പോയത്. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്തത് 30 ആക്കുള്ള ഇഫ്താർ പാർട്ടി റെഡിയാക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഫ്രൂട്ട്സും പിന്നെ 2 തരം സ്നാക്സും പിന്നെ ജ്യൂസും കഞ്ഞിയും പിന്നെ പുഡിങ്ങുമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പർച്ചേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലേന്ന് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പോയതാണ്. ഒരു 4-4:45 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ റിട്ടേൺ എത്തിയിട്ടുണ്ട്. പുഡിങ് ഞാൻ തലേന്ന് തന്നെ, അതായത് ഷോപ്പിംഗ് ചെയ്ത അന്നത്തെ ദിവസം തന്നെ, ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പേ അതിൻ്റെ ഇളനീരില്ലേ അതിൽ കാമ്പും വെള്ളം വേറെ വേറെ ആക്കിയിട്ട് പുഡിങ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പുഡിങ് ചെയ്യുമ്പോൾ ആ വെള്ളം അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകുമല്ലോ. അതുകൊണ്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ കാമ്പും വെള്ളവും വേറെ വേറെ ആക്കിയിട്ട് വെക്കും. ഇതിൽ ജെലാറ്റിനാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ചൈന ഗ്രാസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിപ്പോവും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ക്രിസ്റ്റൽ പോലെ ആക്കിയെടുക്കുക. ഇളനീരിൻ്റെ വെള്ളം ജെല്ലി പോലെ ആക്കിയെടുക്കുക. കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. നേരെ മറിച്ച് നമ്മൾ ഹാർഡായിട്ട് ചെയ്യൂലേ അതുപോലെ ആക്കിയെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ടൈപ്പിൽ കൺസിസ്റ്റൻസിയിൽ അതിനനുസരിച്ച് നിങ്ങൾ ജെലാറ്റിൻ ആഡ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇത് 13 ഇളനീരെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിനുള്ള ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അതിൽ യൂസ് ചെയ്തത് 1 പാക്കറ്റ് ജെലാറ്റിനാണ്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ജെലാറ്റിൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ വേണം കേട്ടോ. ഒരു 4 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അതായത് അതിൽ 1-ാം പാൽ മാത്രം മതി. പിന്നെ നമ്മൾ ബാദം സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് വേണം. ഇതിലേക്ക് ജെലാറ്റിനും കൂടെ വേണം. അതിപ്പോൾ ഞാൻ 2 പാക്കറ്റാണ് ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം ബോയിൽ ചെയ്യാൻ വെച്ച് 1-ാം പാൽ മാത്രമേ എടുക്കണ്ടൂ കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാറ്റി വെച്ച കാമ്പില്ലേ അതും പഞ്ചസാര ഒന്നിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാക്കി എടുക്കുക. അതായത് നമ്മൾ ജെലാറ്റിൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. കുറേ അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇല്ലേ തേങ്ങാപ്പാലിൻ്റെ പച്ചമണം മാറിയിട്ട് ഒരു കുക്ക്ഡ് സ്മെല്ല് വരും. കാളും നല്ലത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ബാദം ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ തേങ്ങാപ്പാലിലേക്ക് എന്താ പറയുക ഇളനീരിൻ്റെ കാമ്പും പഞ്ചസാരയും കൂടെ അടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ 2 പാക്കറ്റ് സോക്ക് ചെയ്ത് കോൾഡ് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ലോണം ചൂടാക്കി എടുക്കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തീ ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്പൂണോട് ഇളക്കിയിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽസും അവിടെ ഉണ്ട്, തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. അതായത് ആ ബിരിയാണി പോട്ടിൽ 3/4 ഭാഗത്തോളം ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു ജെല്ലിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയിട്ടില്ലേ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് ഇളക്കിയിട്ടോ ഫാൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യാൻ വെക്കുക. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പുഡിംഗ് കപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് ഇളനീർ വെള്ളത്തിൻ്റെ ആ ജെല്ലിൻ്റെ ക്രിസ്റ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ പുഡിംഗ് മിക്സ്ചറും കൂടെ ആഡ് ചെയ്തെടുത്ത് ഒന്ന് തണുപ്പിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അത്ര തന്നെ സോഫ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചൈന ഗ്രാസ് യൂസ് ചെയ്യാതിരിക്കുക. ജെലാറ്റിൻ യൂസ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഇളനീർ പുഡിങ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ 40 ഗ്ലാസ്, അതായത് 40 പുഡിങ് കപ്പാണ് ഞാൻ ചെയ്തത്. പിന്നെ ബാക്കി എക്സ്ട്രാ വന്നത് ട്രേയിലും ബൗളിലാക്കി ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. നാളെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തതും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീർ പുഡിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 40 ഗ്ലാസ് ആക്കി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഈ ഇളനീർ പുഡിങ്ങിൻ്റെ പണികളൊക്കെ തീർത്ത് അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ച് കിച്ചണും പിന്നെ വീട് മൊത്തം ക്ലീൻ ചെയ്ത്
പിന്നെ നമ്മുടെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയത്. 30 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടേൺ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന എല്ലാവർക്കും അറിയാം, ക്ലീനിങ് ചെയ്തതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടില്ലല്ലോ എന്ന്. അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം അധികം ആൾക്കാർ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയല്, നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാറില്ലേ എന്നാണ്. കിച്ചൺ എപ്പോഴും ഡ്രൈ ആയി കിടക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയല്. അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ അത്താഴത്തിന് നമ്മൾ എണിച്ചിട്ട് ഹെവി ആയിട്ടൊന്നും തിന്നിട്ടില്ല. മ്യൂസ്ലി അതാണ് തിന്നത് കേട്ടോ. അത് പാലിട്ടിട്ട് കഴിച്ചതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മുറ്റൊക്കെ അടിച്ചു, ചെടിക്കൊക്കെ വെള്ളം നനച്ചു, അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അതും പുറത്ത് ഉണങ്ങാനിട്ടു. ക്ലീനിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കാനുള്ള ഡിഷസും അതിൻ്റെ പണികളൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ക്ലീനിങ് ചെയ്യാൻ പോകുമ്പോൾ ഇല്ലേ, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 തേങ്ങയാണ് അരക്കാനിട്ടത്. ഇതിപ്പം മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് കൈമ ജീര റൈസ് വേവിച്ചെടുത്തതാണ്. മഞ്ഞപ്പൊടി ഉപ്പും ചെറിയ ജീരകവും ഇട്ടിട്ട്. ഇതിപ്പം ഞാൻ എടുത്തിട്ടുള്ള 3 തേങ്ങയുടെ പാലാണ്. 1-ാം പാലും 2-ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിപ്പം മാറ്റി വെച്ചതാണ്. കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നതിനേക്കാളും 1 ഗ്ലാസ് വെള്ളം അധികം ഇടും. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നല്ല നമ്മൾ എടുക്കൽ. അതിനേക്കാളും ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എടുത്താൽ കണക്കിന് നമുക്ക് അത് വെന്ത് കിട്ടും കേട്ടോ. നല്ല ഉടഞ്ഞിട്ട് നന്നായിട്ട് കഞ്ഞി രൂപത്തിലാക്കാൻ പറ്റിയ ഒരു ചോറായി മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. പിന്നെ 3 വിസിലടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ 2 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ 3 വിസിലടിച്ചാൽ നമുക്ക് കഞ്ഞി റെഡിയായി കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പം ഞാൻ 2 സ്നാക്സാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. ഒന്ന് ബീഫ് റോളാണ്, പിന്നെ ഒന്ന് കട്ട്ലറ്റാണ്. ചിക്കൻ്റെ കട്ട്ലറ്റാണ്. അപ്പം ഞാൻ ബീഫ് റോളിലുള്ള മസാല, നോർമൽ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഷ്രെഡ് ചെയ്തിട്ട് അതിൽ മല്ലിയിലയും കൂടെ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേറെ തന്നെ വേവിച്ചിട്ടുണ്ട്. ചിക്കൻ വേറെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ്. അങ്ങനെ കട്ട്ലറ്റിനും റോളിനുമുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട്, കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പം ഞാൻ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടില്ല, ഇതിപ്പോൾ പുറത്തോട്ടേക്ക് ഇഫ്താർ റെസിപ്പി പോലെ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് കട്ട്ലറ്റൊക്കെ പാക്ക് ചെയ്ത് വിടുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുട്ട അടിക്കുമ്പോഴില്ലേ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ആഡ് ചെയ്യും. പൊട്ടാതെ അങ്ങനെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. വീട്ടിലാണെങ്കിൽ ജസ്റ്റ് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ്. അതിൻ്റെ ഇടയിലില്ലേ ഞാൻ ബീഫ് ബിരിയാണിയും കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിനുള്ള മസാലയും റെഡിയാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ എടുത്തതാണ്. 40 പീസാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായത്. അങ്ങനെ നമുക്കുള്ള ഇഫ്താറിനുള്ളതും അതിൽ നിന്ന് എടുത്തതാണ്. ഇത് എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് റോളാണ്. അപ്പോൾ ഈ റോള് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയും മുട്ടയും, ഒറ്റൊരു മുട്ട മതി കേട്ടോ. 1/4 കിലോ മൈദക്ക് 1 മുട്ട മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കില്ലേ ഈ റോള് ഉണ്ടാക്കുമ്പോൾ ദോശേൻ്റെ ആ ഒരു ദോശ പാൻ കേക്ക് ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ റോള്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമോസേൻ്റെ പട്ടിയില്ലേ അതുപോലത്തെ ഒരു ഹാർഡായിട്ട് നല്ല തിക്കായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ദോശ ചുട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്യുക. അത് നേരത്തെ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, ഫ്രൈ ചെയ്യുക. അപ്പം ഫ്രൈ ചെയ്യുന്നത് വൈകുന്നേരമാണ്. അപ്പം ഞാൻ റെഡിയാക്കിയിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ് കേട്ടോ. ഇത്രയും ഡൈല്യൂട്ടായിട്ട് ദോശ ചുട്ടെടുക്കാൻ ട്രൈ ചെയ്യുക. അപ്പം നല്ല റോൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ മസാല കുറവും ദോശേൻ്റെ ആ ഒരു മാവ് കൂടുതലും പോലെ ആവും. നമ്മുടെ ദോശ ഞാൻ 10 ചുട്ടു. പിന്നെ അതിലേക്ക് മസാല വെച്ചു. അങ്ങനെ ദോശ റോൾ ചെയ്തിട്ട് അവിടെ വെച്ചു. ലാസ്റ്റാണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ മൊത്തമായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പീസാണിത്. എല്ലാവർക്കും അറിയാം.
എന്നാലും സ്റ്റിൽ ഞാൻ പറയുന്നത് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പം 40 പീസ് റോളും 40 പീസ് കട്ട്ലറ്റും മൊത്തമായിട്ട് റെഡിയാക്കിയിട്ട് ഞാൻ ഒരു ട്രേയിൽ വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് വെച്ചതാണ് ഫ്രിഡ്ജിൽ. പിന്നെയാണ് ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നത്. സ്നാക്സും പുഡിങ്ങും കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കെന്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, അത്രയും കൂടെ ഉള്ളൂ. അപ്പം കുറച്ച് ടൈം ഉണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ 4:30 തുടങ്ങിയത്. 2 അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിനിടയിലില്ലേ ഞാൻ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മസാല ആക്കി എടുത്തു, അതിലേക്ക് റൈസൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഫ്താർ ഇതിൻ്റെ കഴിഞ്ഞാൽ മടിയാവും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നോക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബീഫ് ബിരിയാണി റെഡിയാക്കിയത്. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പവും കറിയൊക്കെ ആകുമ്പോഴല്ലേ ടൈം എടുക്കുള്ളൂ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബീഫ് ബിരിയാണി ആക്കിയത്. പിന്നെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അച്ചാറും സാലഡും ബീഫ് ബിരിയാണിയൊക്കെ കൂടി കഴിച്ചതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രൈയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കഞ്ഞി ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് വിളമ്പലാണ്. പിന്നെ അത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ കൊടുത്തുവിടൽ. ഇതിപ്പം മൊത്തമായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആപ്പിൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ചെറിയ നേരിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് വാനില ഐസ്ക്രീം വെച്ചിട്ടുള്ള ജ്യൂസാണ് ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തത് കേട്ടോ. നല്ലൊരു ഐസ്ക്രീമിൻ്റെ നല്ലൊരു ഡ്രിങ്കാണ്. ഇപ്പം നോമ്പ് നോക്കിയോണ്ട് വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഐസ് ക്യൂബ്സ് എല്ലാം ഞാൻ ഐസ് പാത്രത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ പീസാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ മാർക്ക് വേറെയും പിന്നെ നമ്മൾ പള്ളിയിലേക്ക് വേറെ ആയിട്ടാണ് കേട്ടോ കൊടുത്തുവിടൽ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിപ്പം മൊത്തം ഡിസ്പോസിബിൾ പ്ലേറ്റ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. കൊടുത്തുവിട്ട ഫ്രൂട്ട്സ് എന്തെന്ന് വെച്ചെങ്കിൽ വാട്ടർമെലൺ, ഷമാമ്, പപ്പായ, ഡേറ്റ്സ്, പിന്നെ പഴം, ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തുവിട്ടത്. പിന്നെ അതിന് പുഡിങ്ങിനുള്ള സ്പൂണും അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ടൈമായിട്ടോ. മൊത്തമായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെച്ച് ക്ലിംഗ് റാപ്പോട് ഞാൻ റാപ്പ് ചെയ്തിട്ട് കൊടുത്തതാണ്. ആർക്ക് വിചാരിച്ചാലും 30 പേർക്കുള്ള ഇഫ്താറൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. മനസ്സും കുറച്ച് എന്താ പറയുക പേഷ്യൻസും കൂടെ മതി കേട്ടോ. അള്ളാഹ് ഹെൽപ്പാക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. നമുക്ക് വിചാരിച്ചാൽ പുറത്തുനിന്നൊന്നും വാങ്ങാതെ നമുക്ക് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറ്റും എന്നുള്ളത്. പിന്നെ നമ്മത് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുട്ടികൾ വന്നെടുത്തോളും. അപ്പോൾ നമുക്ക് സെറ്റാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോരോ ടേബിളിലേക്ക് ഇങ്ങനെ കണക്ക് വെച്ച് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവച്ചാൽ കഴിക്കാനും ഈസിയാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ നന്മ കാണുന്നുണ്ട് കേട്ടോ. ഇഫ്താറൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതിൽ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിലൊരു നന്മ കാണുന്നുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ 13 വർഷമായിട്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ ഇന്നോളം എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെയും മുമ്പിലോട്ടേക്കും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നോമ്പൊക്കെ തീരാനായി, എല്ലാവരുടെയും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഡ്രസ്സും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് വ്ളോഗോ അല്ലെങ്കിൽ ഷോർട്സോ ആയിട്ട് ഞാൻ ഇടാം. എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് 10 സബ്സ്ക്രൈബേഴ്സ് എന്തോ ബാക്കിയുള്ളൂ കേട്ടോ 2K ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് തന്ന നിങ്ങൾക്ക് 1000 നന്ദി. പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അള്ളാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. അസ്സലാമു അലൈക്കും.